ശക്തമായ മഴയിൽ മലപ്പുറത്തും പാലക്കാടും നാശനഷ്ടം. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. നാടുകാണി ചുരം വിള്ളൽ വീണു. അട്ടപ്പാടി ചുരത്തിലും നാടുകാണി ചുരത്തിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാസർഗോഡ് കോളേജുകൾക്ക് അവധി ബാധകമല്ല. പാലക്കാട് നിന്ന് സാജിദ് അജ്മലും കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കും ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സ്കൂൾ ബസ് ഈ വെള്ളത്തിൽ കുടുങ്ങിപ്പോയി എന്നൊക്കെയുള്ളതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? മലപ്പുറം, പാലക്കാട് ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഇന്നുണ്ടായത്. ഇതിൽ ഏറ്റവും അവസാനമായി നടന്ന അപകടം എന്ന് പറയുന്നത് പാലക്കാട് ആലത്തൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. ആലത്തൂരിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാവുകയും മരം കടപുഴകി വീഴുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നാടുകാണി ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. അത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. ശരി സാജിദ്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, തീവ്ര മഴയാണ്, പലയിടത്തും അപകടങ്ങളുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ ജില്ലയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്? ധന്യ, മണിക്കൂറുകളായി കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് തുടരുന്നത്. പലയിടങ്ങളിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. കർണാടക വനമേഖലയിൽ അല്പസമയം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയിക്കുന്നുണ്ട്. അതേ തുടർന്ന് ഇരിട്ടി, വള്ളിയാന്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. പുഴക്കരയിലും മറ്റും താമസിക്കുന്ന ആളുകളോട് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ മതിൽ തകർന്നു വീണ് അപകടമുണ്ടാവുന്നു. അതുപോലെ പലയിടങ്ങളിൽ നിന്നും പലരും തലനാരിഴയ്ക്ക് രാവിലെ മുതൽ തന്നെ കുട്ടികളടക്കമുള്ളവർ രക്ഷപ്പെടുന്നു. ഒപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ ബസ്സുകൾ അടക്കമുള്ളവ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ തുടരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നാളെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജില്ലാ കളക്ടർ അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം പറയേണ്ട മറ്റൊരു കാര്യം, താഴ്ന്ന പ്രദേശങ്ങൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ 2-3 ദിവസമായി ഇപ്പൊ പലയിടങ്ങളിൽ, ഇപ്പൊ അഴീക്കോട്, അതുപോലെ അഴീക്കൽ, താഴെ ചൊവ്വ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ, അതുപോലെ മലയോരത്തേക്ക് എത്തിയാൽ പേരാവൂരും ശ്രീകണ്ഠപുരവും അടക്കമുള്ള നിരവധി പ്രദേശങ്ങൾ, അവിടെയൊക്കെ വീടുകൾ. സുനിൽ, ഈ കാട്ടിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അത് പുഴകളിലെ വെള്ളം കൂട്ടുന്നുണ്ട്. അത് ആളുകൾക്ക് വലിയ, പ്രത്യേകിച്ച് പുഴയുടെ തീരദേശത്തൊക്കെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരദേശവാസികളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കടൽക്ഷോഭം അത്രമേൽ രൂക്ഷമല്ല കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ഒപ്പം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും ഒക്കെയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സംശയമാണുള്ളത്. കാരണം ഈ പുഴയിൽ ഇങ്ങനെ ജലനിരപ്പ്, പ്രത്യേകിച്ച് ഈ കർണാടക വനമേഖലയോട് ചേർന്നിട്ടുള്ള ഇരിട്ടി അടക്കമുള്ള അയ്യങ്കുന്ന് അടക്കമുള്ള പ്രദേശങ്ങളിലെയൊക്കെ പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതൊരു പരിധിവരെ ഈ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണെന്നാണ് കരുതുന്നത്. എന്തായാലും പുഴക്കരകളിലുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരിട്ടിയിലും തളിപ്പറമ്പും കണ്ണൂരും അടക്കം 3 താലൂക്കുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ സംവിധാനങ്ങൾ അടക്കമുള്ളവ, അതുപോലെ പ്രത്യേക കരുതൽ സംവിധാനങ്ങളൊക്കെ ഈ 3 താലൂക്കുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കടുത്ത ജാഗ്രതയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി സുനിൽ.